അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ഹസ്തദാനത്തിൻ്റെ അതിപ്രാധാന്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിന ഇദാ ലഖിയൽ മുഅ്മിൻ ഫസല്ലമ അലൈഹി വഅഖദ ബിയദിഹി ഫസ്വാഫഹു തനാസറത് ഖത്വായാഹുമാ കമാ യതനാസറു വറഖുശ്ശജർ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കണ്ടുമുട്ടുകയും എന്നിട്ട് സലാം പറയുകയും കൈപിടിച്ച് ഹസ്തദാനം നൽകുകയും ചെയ്താൽ മരം ഇല പൊഴിക്കും പോലെ രണ്ടു പേരുടെയും പാപങ്ങൾ പൊഴിഞ്ഞു പോകും. സത്യവിശ്വാസികൾ തമ്മിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഊഷ്മളമായ സ്നേഹബന്ധമാണ്, ഹൃദ്യമായ ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിക്കാൻ, ആ സ്നേഹബന്ധത്തിൻ്റെ പരപ്പ് കൂട്ടുവാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വഴികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സലാം പറയൽ. സലാം പറയുന്നതിൻ്റെ കൂടെ കൈ കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ, ഹസ്തദാനം കൂടി നൽകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ രണ്ടു പേരുടെയും, കൈ കൊടുത്ത വ്യക്തിയുടെയും അപ്പുറത്ത് അതേറ്റുവാങ്ങിയ വ്യക്തിയുടെയും രണ്ടു പേരുടെയും പാപകൃത്യങ്ങൾ കൊഴിഞ്ഞും പൊഴിഞ്ഞും ഇല്ലാതാവുകയാണ്. മരം ഇല പൊഴിക്കും പോലെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നു. മരത്തിൽ നിന്ന് ഇല വീഴും പോലെ പാപങ്ങൾ കൊഴിഞ്ഞ് വീണ് ഇല്ലാതാകുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഹസ്തദാനം നൽകൽ, മുസാഫഹത്ത്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൽ എന്നത്. സലാം പറഞ്ഞ് ഈ കൈ കൊടുക്കുന്ന സന്ദർഭത്തിൽ രണ്ടുപേരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതോടൊപ്പം ബന്ധം ഊഷ്മളമാകുന്നു, സുദൃഢമാകുന്നു, പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുന്നു. അതിനാൽ സത്യവിശ്വാസികൾ ഒട്ടും ചെലവില്ലാത്ത ഈ പുണ്യകർമ്മത്തിൽ ഏറെ ജാഗ്രത കാണിക്കുകയും ഈ ഒരു മനസ്സോടുകൂടി ഞാൻ ഹസ്തദാനം നിർവഹിക്കുമ്പോൾ, ഞാൻ മുസാഫഹത്ത് നിർവഹിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നു, അപ്പുറത്തുള്ള വ്യക്തിയുടെ പാപങ്ങളും കൊഴിഞ്ഞു പോകുന്നു. രണ്ടു പേരുടെ പാപങ്ങൾ ഇല്ലാതാക്കാനുള്ള പുണ്യ വഴിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി ഈ പുണ്യകർമ്മം വർദ്ധിപ്പിക്കാൻ ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗം നേടുക എന്നതാണ്, നരകത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ്. പാപങ്ങൾ ഇല്ലാത്ത, പാപങ്ങൾ കൊഴിഞ്ഞും പൊഴിഞ്ഞും പോയി പാപരഹിതമായ ഒരു ജീവിതവുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിയാലേ നരകമുക്തി സാധ്യമാകൂ, സ്വർഗപ്രവേശം സാധ്യമാകൂ. പാപങ്ങൾ പൊഴിച്ചു കളയാൻ, പൊറുപ്പിക്കപ്പെടാൻ ഇസ്ലാം പഠിപ്പിച്ച ധാരാളം വഴികളുണ്ട്. വളരെ ചെലവേറിയ വഴികളുണ്ട്, ഏറെ സമയമെടുക്കുന്ന വഴികളുണ്ട്, ത്യാഗം സഹിക്കേണ്ട വഴികളുണ്ട്. പക്ഷേ വളരെ ചെറിയ, ചെലവില്ലാത്ത, ഏറെ സമയമെടുക്കാത്ത, ഒട്ടും ത്യാഗം ആവശ്യമില്ലാത്ത, ഭൗതികമായി പോലും വലിയ ഗുണമുള്ള ഈ വഴി പരസ്പരം പരിചയപ്പെടുത്തുകയും കൂടുതൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.